നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാവരും വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന മറ്റൊരു പോസ്റ്റാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി LGSന്റെ നോട്ടിഫിക്കേഷൻ ഈ 2022 എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലാസ്റ്റ് ദിവസം ഡിസംബർ 31 വന്നാൽ മാത്രമേ ഒരുപാട് പേർക്ക് അതിൽ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. പക്ഷേ നിലവിൽ കേരള PSC അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും ഇന്ന് തന്നെ എന്ന് പറയുമ്പോൾ ഡിസംബർ 31 തന്നെ കാറ്റഗറി നമ്പർ 697/2022 എന്ന് പറയുന്ന നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെയുള്ള കാറ്റഗറി നമ്പറിൽ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് LGS എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് നിലവിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വിമൻസ് WCPOയുടെ നോട്ടിഫിക്കേഷൻ WCPOയുടെ ടാബ് നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യേണ്ടവർ ഇന്ന് തന്നെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ യൂണിവേഴ്സിറ്റി LGS നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നെയിം ഓഫ് പോസ്റ്റ് ലാസ്റ്റ് ഗ്രേഡ് ആണ്, ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയാണ്. സ്കെയിൽ ഓഫ് പേ നമുക്ക് നോക്കിയാൽ 23,000 മുതൽ 50,000 രൂപ വരെ വരുന്ന പേ സ്കെയിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി LGSനകത്ത് വന്നിട്ടുള്ളത്. വേക്കൻസികൾ ആവശ്യത്തിൽ കൂടുതൽ വേക്കൻസീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് നമുക്കറിയാം, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് ജനറൽ വിഭാഗത്തിനാണ്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. 2/1/1986 ജനിച്ചിട്ട് 1/1/2004 വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. SC/ST-കാർക്ക് അവരുടേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻസും ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ക്വാളിഫിക്കേഷൻസ് നോക്കിയാൽ ഷുഡ് ഹാവ് പാസ്ഡ് സ്റ്റാൻഡേർഡ് 7, 7ാം ക്ലാസ് പാസ്സായിരിക്കണം. ഷുഡ് നോട്ട് ഹാവ് അക്വയർഡ് എനി ഗ്രാജുവേഷൻ, 7ാം ക്ലാസ് പാസ്സായിരിക്കണം, ഗ്രാജുവേഷൻ ഉണ്ടാവാനായിട്ട് പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മോഡ് ഓഫ് സബ്മിറ്റിംഗ് ഓഫ് ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാം നമ്മുടെ പ്രൊഫൈൽ വഴി തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ നൗ എന്ന് പറയുന്ന ബട്ടണിൽ കൊടുത്താൽ അപ്ലൈ ചെയ്യാനും കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ ലാസ്റ്റ് ഡേറ്റിലേക്ക് കടക്കാം. ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെസിപ്റ്റന്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 1/2/2023 ആണ് കേട്ടോ. എന്ന് പറയുമ്പോൾ നമ്മുടെ ഫെബ്രുവരി 1-ാം തീയതി. അപ്പോൾ ഡിസംബർ ഇന്ന് 31 മുതൽ ഫെബ്രുവരി 2-ാം തീയതി വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എൻ്റെ ക്വാളിഫിക്കേഷൻ ഇതിനകത്ത് പറയുന്ന പോലെ തന്നെ ഷുഡ് ഹാവ് പാസ്ഡ് സ്റ്റാൻഡേർഡ് 7, 7ാം ക്ലാസ് പാസ്സായിരിക്കണം, ഡിഗ്രി ഉണ്ടാവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ എൻ്റെ ഏജ് റിലാക്സേഷൻ ശ്രദ്ധിക്കുക. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് ഏജ്. ഡേറ്റ് ഓഫ് ബർത്തും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. SC/ST-കാർക്ക് നിങ്ങളുടേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരള ലാസ്റ്റ് ഗ്രേഡ് ആണ്. സ്കെയിൽ ഓഫ് പേ, നമ്പർ ഓഫ് വേക്കൻസീസ് എല്ലാം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു സന്തോഷ വാർത്തയോടുകൂടി തന്നെയാണ് നമ്മുടെ ഈ ഒരു 2022 അവസാനിക്കാനായിട്ട് പോകുന്നത്. WCPO വന്നിട്ടുണ്ട്, നമ്മുടെ യൂണിവേഴ്സിറ്റി LGS വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുക, നോളജ് ഫാക്ടറി PSC എന്ന് പറഞ്ഞ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.